എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ 2026 വർഷത്തെ കൂറുഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ധനുക്കൂറുകാർ പൊതുവെ അഭിമാനികളും ഏത് കാര്യവും ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവർ പ്രശംസിക്കുന്ന രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും തൻ്റെ അച്ഛനെക്കുറിച്ച് വളരെയധികം അഭിമാനം പുലർത്തുന്നവരും തൻ്റെ വാക്കിന് വളരെയധികം വില കൽപ്പിക്കുന്നവരും വളരെയധികം സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങളോടുകൂടി ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നവരായിരിക്കും എപ്പോഴും ധനുക്കൂറുകാർ. ധനുക്കൂറുകാർക്ക് 2026 സമ്മിശ്രമായ ഫലത്തെയാണ് നൽകുന്നത്. എങ്കിലും ഗൃഹസംബന്ധമായ ഗുണാനുഭവങ്ങളും പുതിയ വിവാഹ ബന്ധങ്ങളും സന്താനലാഭവും തൊഴിൽ മേഖലകളിൽ കൂടുതൽ ഉണർവും ഉണ്ടാകുമെങ്കിലും തൊഴിൽ രംഗത്ത് ഇപ്പോൾ ചെയ്തു വരുന്ന തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും അപ്രതീക്ഷിതമായ ധനനഷ്ടം ഉണ്ടാവുകയും ചില രംഗങ്ങളിൽ മാനഹാനിക്ക് ഇടവരുകയും മുൻപെന്നോ ശ്രദ്ധിക്കാതെ പോയ ചില അശ്രദ്ധകൾ നിമിത്തമുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട് കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുവാനും സാധ്യതയും, ഗൃഹത്തിൽ അസ്വസ്ഥതയുണ്ടായി ഗൃഹത്തിൽ നിന്നും മാറി താമസിക്കേണ്ട അവസ്ഥ വരികയോ, ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ, അജ്ഞാതമായ രോഗങ്ങൾ ഉണ്ടായിത്തീരുക, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായിത്തീരുക, ഓർമ്മയ്ക്ക് തകരാറുകൾ സംഭവിക്കുക, ഇതൊക്കെ ധനുക്കൂറുകാർ ഈ വർഷം ശ്രദ്ധിക്കേണ്ടതാണ്. ധനുക്കൂറുകാരുടെ ദോഷപരിഹാരമായി വിഷ്ണുവിന് വ്യാഴാഴ്ച ദിവസം പാൽപ്പായസവും സഹസ്രനാമ ജപവും അല്ലെങ്കിൽ സ്വയം വിഷ്ണു സഹസ്രനാമം നിത്യം ജപിക്കുകയും വൃദ്ധ ജനങ്ങൾക്ക് വസ്ത്രം, ഭക്ഷണം മുതലായത് ദാനം ചെയ്യുകയും തീർത്ഥയാത്രകൾ നടത്തുകയും പ്രത്യേകിച്ചും നദീതീരത്തുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്താൽ ദോഷഫലങ്ങൾ കുറഞ്ഞ് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന്